ഫങ്ഷൻസ് ഓഫ് ദ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ. ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ്റെ മീനിങ് ടു മേക്ക് ലോസ്. ടു മേക്ക് ലോസ്, ലോ മേക്ക് ചെയ്യുക, ലോ ഓൾട്ടർ ചെയ്യുക, ഓൾട്ടർ ലോസ്, ലോ ചേഞ്ച് ചെയ്യുക. പിന്നെന്താണ്, റിപ്പൽ ഓൾഡ് ലോസ്, അനാവശ്യമായ നിയമങ്ങൾ എടുത്ത് കളയുക. അതാണ് ബേസിക് ആയിട്ട് ലെജിസ്ലേച്ചറിൻ്റെ ഫങ്ഷൻ. ലെജിസ്ലേച്ചറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ടു മേക്ക് ലോസ്, ടു റിപ്പൽ unnecessary laws and to alter several laws. So the one of the basic function of the legislature is to make laws in accordance with the requirements of the society and make necessary amendments in the existing laws according to the changed circumstances. ലോ ക്രിയേറ്റ് ചെയ്യണം, മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദ ലോ. ചേഞ്ചസ് ലോയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേര് അമെൻമെൻറ്റ് എന്നാണ്. അമെൻമെൻറ്റ്, മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ ലോ, അതിന് പറയുന്ന പേര് അമെൻമെൻറ്റ്. സോ ടു മേക്ക് ലോ, ടു ക്രിയേറ്റ് ലോ ആൻഡ് ടു അമെൻഡ് നെസസറി ലോ, ഓൾസോ റിപ്പീൽ ഓൾഡ് ആൻഡ് അൺവാണ്ടഡ് ലോസ്, അനാവശ്യ നിയമങ്ങൾ എടുത്ത് കളയുക. ഇതാണ് ലെജിസ്ലേച്ചറിൻ്റെ ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. മേക്ക് ലോസ്, റിപ്പൽ ഓൾഡ് ആൻഡ് അൺനെസസറി ലോസ് ആൻഡ് മേക്ക് നെസസറി അമെൻമെൻറ്റ്സ് ഇൻ ദ എക്സിസ്റ്റിംഗ് ലോസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച്ഡ് സർക്കംസ്റ്റാൻസസ്. അടുത്ത ഫങ്ഷൻ ഫിനാൻഷ്യൽ ഫങ്ഷൻ ആണ്. ഫിനാൻഷ്യൽ ഫങ്ഷൻ, ലെജിസ്ലേച്ചറിൻ്റെ ഫിനാൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ബജറ്റ് പ്രസൻറ്റേഷൻ ഓർക്കുക. ഇൻ മോസ്റ്റ് ഓഫ് ദ ഡെമോക്രാറ്റിക് കൺട്രീസ് ദ ലെജിസ്ലേച്ചർ എക്സസൈസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ നാഷണൽ ഫിനാൻസസ്. രാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ലെജിസ്ലേച്ചർ ആണ്. അതിനിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും യൂസ് ചെയ്യുന്ന ഒരു സെനൻസ് ഉണ്ട്, നോ എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ഇൻക്വയർഡ്. ഇവിടെ ഇൻക്രീസ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇൻക്വയർഡ് തന്നെയാണ്. നോ എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ഇൻക്വയർഡ് ഓർ ടാക്സസ് റേസ്ഡ് വിതൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ ലെജിസ്ലേച്ചർ. ഒരു ടാക്സുകൾ കൂട്ടാനോ ഒരു ടാക്സ് നികുതി ചുമത്താനോ ഒരു രാജ്യങ്ങളിലും പറ്റില്ല. എങ്ങനെ? ലെജിസ്ലേച്ചറിൻ്റെ അനുമതി ഇല്ലാതെ. അതിനെ ബേസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രിൻസിപ്പിളാണ് നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് പ്രിൻസിപ്പിൾ എവറി ലെജിസ്ലേച്ചർ ഹാവ് ദ പവർ ടു കൺട്രോൾ ദ നാഷണൽ ഫിനാൻസസ് ഓഫ് ദ കൺട്രി. And in all countries, the legislature pass annual budget and earmark fund to various departments. എല്ലാ രാജ്യങ്ങളിലും ലെജിസ്ലേച്ചറാണ് ബജറ്റ്. ബജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബജറ്റിൻ്റെ മീനിങ് എന്താണ്? ഇന്ത്യയിൽ മറ്റൊരു പേരുണ്ട് ബജറ്റിന്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് കവറിംഗ് ദ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് ഫോർ ദ എൻസ്യൂയിങ് ഫിനാൻഷ്യൽ ഇയർ. എന്താണ് ബജറ്റ് എന്ന് പറയുമ്പോൾ? റവന്യൂവും എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ്റിൻ്റെ വരവും ചെലവും അത് സൂചിപ്പിക്കുന്ന ഒരു ബുക്കെന്നോ അല്ലെങ്കിൽ ഒരു പോളിസിയാണ് നമ്മൾ ബജറ്റ് എന്ന് പറയാം, ഒരു അക്കൗണ്ട് എന്ന് പറയാം. റവന്യൂ, വരവ്, എക്സ്പെൻഡിച്ചർ, ചെലവ്, ഗവൺമെൻറ്റിൻ്റെ റവന്യൂവും എക്സ്പെൻഡിച്ചറും കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് ബജറ്റ്. ആ ബജറ്റ് പാസ് ചെയ്യുന്നത് എല്ലായിടത്തും ആരാണ്? ലെജിസ്ലേച്ചറാണ്. ഇൻ ഓൾ കൺട്രീസ് ലെജിസ്ലേച്ചർ പാസ് ആനുവൽ ബജറ്റ് ആൻഡ് ഇയർമാർക്ക് ഫണ്ട് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓൾസോ ദ ലെജിസ്ലേച്ചർ ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഫിനാൻസ് ഓഫ് ദ കൺട്രി. And regarding these affairs, it can even ask questions to other branches of government. ലെജിസ്ലേച്ചറിന് തന്നെ കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ട്. ബജറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കാതെ ഒരിക്കലും ബജറ്റ് എന്താണ് പാസ്സാകില്ല, ഗവൺമെൻറ് നടപ്പിലാക്കാൻ പറ്റില്ല. എക്സിക്യൂട്ടീവാണ് ബജറ്റ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലേ? എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായ ഒരു മിനിസ്റ്ററാണ് ബജറ്റ് അവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ആ ബജറ്റ് ഹൗസ് പാസ്സാക്കിയിരിക്കണം, അതായത് പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കണം. അത്തരത്തിൽ ബജറ്റിന്മേലുള്ള കൺട്രോൾ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോൾ ആണ്. ഇൻ എവറി കൺട്രി ദ ലെജിസ്ലേച്ചർ പാസ് ആനുവൽ ബജറ്റ് ആൻഡ് ഇയർമാർക്ക് ഫണ്ട് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് നോ എക്സ്പെൻഡിച്ചർ ക്യാൻ ബി റേസ്ഡ് ഓർ
expenditure can be incurred or taxes raised without the approval of the legislature, and this is based on the principle no taxation without representation. Next one is administrative function. അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള ലെജിസ്ലേച്ചറിൻ്റെ അധികാരത്തെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഭരണപരമായ കാര്യങ്ങളിലുള്ള ലെജിസ്ലേച്ചറിൻ്റെ ഇടപെടലുകൾ. ദ ലെജിസ്ലേച്ചർ എക്സസൈസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഓഫ് ദ ഗവൺമെൻറ് അണ്ടർ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. And in parliament system of government, the cabinet is accountable to legislature for all its activities. ലെജിസ്ലേച്ചർ ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നത് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൽ ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനിൽ എങ്ങനെയാണ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നത്? ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ സെൻട്രൽ പാർലമെൻറ്റിൻ്റെ കേസിൽ പിമാരെയാണ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ പിമാരിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന കുറച്ചു പേരാണ് മിനിസ്റ്റേഴ്സ്. അവരാരാണ്? എക്സിക്യൂട്ടീവാണ് അല്ലേ? ആ മിനിസ്റ്റേഴ്സ് തന്നെ ലെജിസ്ലേച്ചറിൻ്റെയും പാർട്ടാണ്, അവർ എക്സിക്യൂട്ടീവും ആണ്. അങ്ങനെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒന്നായിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിനോട് അക്കൗണ്ടബിൾ ആയിരിക്കണം. ഇൻ ഓൾ ദ ആക്ടിവിറ്റീസ് ദ ക്യാബിനറ്റ് ഓർ ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ legislature. The legislature can criticize the actions of the executive and even oust its office from bypassing a vote of no confidence. ഇന്ത്യയുടെ കേസിൽ നമുക്ക് അവിശ്വാസ പ്രമേയം ഉപയോഗിച്ച് ലെജിസ്ലേച്ചറിന് എപ്പോൾ വേണമെങ്കിലും എക്സിക്യൂട്ടീവിനെ പുറത്താക്കാനും സാധിക്കും. ഇന്ത്യ, ഇംഗ്ലണ്ട്, കാനഡ ഇത്രയും രാജ്യങ്ങളിൽ നോ കോൺഫിഡൻസ് മോഷൻ ഉപയോഗിച്ച് ലെജിസ്ലേച്ചറിന് എപ്പോൾ വേണമെങ്കിലും എക്സിക്യൂട്ടീവിനെ പുറത്താക്കും. നോ കോൺഫിഡൻസ് മോഷൻ, ഇറ്റ് ഈസ് എ മോഷൻ പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ എഗെയിൻസ്റ്റ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിന് എതിരായിട്ട് ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ഒരു പ്രമേയമാണ് നോ കോൺഫിഡൻസ് മോഷൻ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം. ഇറ്റ് ഈസ് സീൻ ഒൺലി ഇൻ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യ, ഇംഗ്ലണ്ട്, കാനഡ. ഇറ്റ് ഈസ് സീൻ ഒൺലി ഇൻ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. It can criticize, the legislature can criticize the policy and actions of the government. In the case of USA, but all the appointments and treaties are concluded by the president, but it must be approved by the two houses of USA. USAയുടെ കേസിൽ ഇതുപോലെ USAയുടെ രണ്ട് ഹൗസുകൾക്ക്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും സെനറ്റും, ആ രണ്ട് ഹൗസും കൂടെ ചേർന്ന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? അമേരിക്കൻ കോൺഗ്രസ്. ഈ അമേരിക്കൻ കോൺഗ്രസ്സിന് USAയുടെ പ്രസിഡൻറ്റിനെ ഇങ്ങനെ പുറത്താക്കാൻ പറ്റില്ല. ബട്ട് whatever the appointments done by the president of USA or whatever the treaties concluded by the president of USA, it has to be approved by the two houses of legislature. അത് രണ്ടും ആരപ്രൂവ് ചെയ്യണം? ലെജിസ്ലേച്ചറിൻ്റെ ഹൗസസ് അപ്രൂവ് ചെയ്യണം. അങ്ങനെ പാർലമെൻ്ററി സിസ്റ്റത്തിലും പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് രീതിയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ നിൽക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പവറിലാണ് ഈ ഡിഫറൻസ് ഉള്ളത്. അത് ശ്രദ്ധിക്കണം. 3 പവർ നമ്മൾ പറഞ്ഞു: ലെജിസ്ലേറ്റീവ് പവർ, ഫിനാൻഷ്യൽ പവർ, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഫങ്ഷനാണ്. In most of the countries, legislature enjoys important judicial power. ജുഡീഷ്യൽ പവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ജുഡീഷ്യൽ പവർ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരെ ശിക്ഷ വിധിക്കാനുള്ള പവർ എന്നൊരു മീനിങ് അതിന് ഇല്ല. പകരം ബ്രിട്ടനിൽ കുറേ കാലം വരെ ബ്രിട്ടനിൻ്റെ അപ്പർ ഹൗസായ ഹൗസ് ഓഫ് ലോർഡ് ആയിരുന്നു അവിടുത്തെ കോർട്ട് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വിധി പറയാനായിട്ടുള്ള ഹയ്യസ്റ്റ് കോർട്ട് ഓഫ് അപ്പീലായിട്ട്. എന്നാൽ ഇന്ത്യയിലും USAയിലും ജുഡീഷ്യൽ പവറായിട്ട് നമ്മൾ പറയുന്നത് ദ ലെജിസ്ലേച്ചർ ഹാസ് എ പവർ ടു ഇംപീച്ച് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട്.
സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും ജഡ്ജസിനെ ഇംപീച്ച് ചെയ്യാനുള്ള പവറാണ് നമ്മൾ ഇവിടെ ജുഡീഷ്യൽ ഫംഗ്ഷനായി ലെജിസ്ലേച്ചറിൻ്റെ ജുഡീഷ്യൽ പവർ ആയിട്ട് പറയുന്നത്. ജുഡീഷ്യൽ പവർ എന്ന് കരുതുമ്പോൾ ആൾക്കാരെ കുറ്റം ശിക്ഷ വിധിക്കാനോ അല്ലെങ്കിൽ കുറ്റക്കാരനാക്കാനോ അല്ല ആ ജുഡീഷ്യൽ ഫംഗ്ഷൻ കൊണ്ട് ലെജിസ്ലേച്ചറിൻ്റെ ജുഡീഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? Sometimes in certain countries, legislature acts as a highest court of appeal. In the case of India and USA, the legislature enjoys important powers to impeach the high political officials. ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദ്യം ചെയ്ത് അവരുടെ ആ ഓഫീസിൽ നിന്നും അവരെ പുറത്താക്കാനുള്ള അധികാരത്തെ ആണ് നമ്മൾ ഇംപീച്ച്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ കേസിലൊക്കെ നമ്മൾ ഇംപീച്ച്മെൻറ്റ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ട് അല്ലേ? ഹയർ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഹയർ ഒഫീഷ്യൽസിനെ ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ഹയർ ഒഫീഷ്യൽസ് ഫ്രം ദെയർ പൊസിഷൻ ബൈ ദ ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് ഇംപീച്ച്മെൻറ്റ്. ആ ടേം ഒക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇംപീച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ഹയർ ഓഫീസേഴ്സ് ഫ്രം ദെയർ പൊസിഷൻ, എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസേഴ്സ് ഓർ പേഴ്സൺസ് ഹോൾഡിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയും സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയും ഹൈക്കോർട്ട്സ് ഓഫ് സ്റ്റേറ്റ്സും എല്ലാം ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള പൊസിഷൻസാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ മാത്രമേ ലെജിസ്ലേച്ചറിന് റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ലെജിസ്ലേച്ചറിൻ്റെ ജുഡീഷ്യൽ പവറായിട്ട് പറയുന്നത്. ആ പ്രോസസ്സിനെ ഇംപീച്ച്മെൻറ്റ് എന്നും പറയുന്നുണ്ട്. മറ്റൊന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഫങ്ഷൻസ്. കോൺസ്റ്റിറ്റ്യുവൻ്റ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ദ പവർ ഓഫ് ദ ലെജിസ്ലേച്ചർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയെ ചേഞ്ച് ചെയ്യാനുള്ള ലെജിസ്ലേച്ചറിൻ്റെ പവറിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യുവൻ്റ് പവർ എന്ന് വിളിക്കുന്നത്. ദ പവർ ഓഫ് ദ ലെജിസ്ലേച്ചർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യുവൻ്റ് പവർ. In India, the parliament can amend the constitution by 3 methods. ഇന്ത്യയിൽ പാർലമെൻറ്റിന് ഇത്തരത്തിൽ ഭരണഘടന ചേഞ്ച് ചെയ്യാനായിട്ട് 3 രീതിയിലാണ് സാധിക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ പഠിക്കണം. സിമ്പിൾ മെജോറിറ്റി, വളരെ ചെറിയൊരു മെജോറിറ്റിയിൽ ചില ഭാഗങ്ങൾ അമെൻഡ് ചെയ്യാൻ പറ്റും. ചിലതെന്ത് വേണം? 2/3 മെജോറിറ്റി വിത്ത് അബ്സല്യൂട്ട് മെജോറിറ്റി. 2/3 മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെമ്പേഴ്സ് 545 ലോക്സഭയെങ്കിൽ അതിൻ്റെ 2/3 ആൾക്കാർ ഉണ്ടായിരിക്കണം. ആ 2/3 ആൾക്കാർ എന്ന് പറയുന്നത് 545 പകുതി മെമ്പേഴ്സിനേക്കാൾ കൂടുതലും ആയിരിക്കണം. 2/3 മെജോറിറ്റി വിത്ത് അബ്സല്യൂട്ട് മെജോറിറ്റി. ഈ 2/3 എന്ന് പറയുമ്പോൾ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ 2/3 ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 50% കൂടുതൽ ആളുകൾ ചേർന്നേ 2/3 ആകാമുള്ളൂ. 2/3 മെജോറിറ്റി വിത്ത് അബ്സല്യൂട്ട് മെജോറിറ്റി. സിമ്പിൾ മെജോറിറ്റി ഉണ്ട്, 2/3 മെജോറിറ്റി വിത്ത് അബ്സല്യൂട്ട് മെജോറിറ്റി. രണ്ടാമത്തെ പോയിൻ്റ് അതാണ്. മൂന്നാമത്തെ പോയിൻ്റ് 2/3 മെജോറിറ്റിയും വേണം, അബ്സല്യൂട്ട് മെജോറിറ്റിയും വേണം, പ്ലസ് റാറ്റിഫിക്കേഷൻ ഓഫ് മോർ ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. അതുകൂടാതെ പകുതിയിൽ അധികം സംസ്ഥാനങ്ങളും ചില നിയമങ്ങൾ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ ഭരണഘടന ഇന്ത്യയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഭരണഘടനയിൽ ചില നിയമങ്ങൾ റാറ്റിഫിക്കേഷൻ അംഗീകരിക്കുക എന്നുള്ളതിൻ്റെ ടേമാണ് റാറ്റിഫിക്കേഷൻ. RATIFICATION. അപ്പോൾ 3 രീതിയിലാണ് നമ്മൾ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് പവർ വരുന്നത്. കോൺസ്റ്റിറ്റ്യുവൻ്റ് പവർ എന്ന് വെച്ചാൽ എന്താണ്? ദ പവർ ഓഫ് ദ ലെജിസ്ലേച്ചർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് കോൺസ്റ്റിറ്റ്യുവൻ്റ് പവർ. ഇൻ ഇന്ത്യ ദ പാർലമെൻറ്റ് ക്യാൻ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ സിമ്പിൾ മെജോറിറ്റി, 2/3 മെജോറിറ്റി വിത്ത് അബ്സല്യൂട്ട് മെജോറിറ്റി, 2/3 മെജോറിറ്റി വിത്ത് അബ്സല്യൂട്ട് മെജോറിറ്റി പ്ലസ് റാറ്റിഫിക്കേഷൻ ഓഫ് മോർ ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്. അത്രയുമാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഫംഗ്ഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എലക്ടറൽ ഫങ്ഷൻ. അടുത്തായിട്ട് വരുന്നത് എലക്ടറൽ ഫങ്ഷനാണ്. ഇലക്ടറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ലെജിസ്ലേച്ചർ ഇൻ സർട്ടൺ കൺട്രീസ് പെർഫോം സം എലക്ടറൽ ഫങ്ഷൻസ്. ലെജിസ്ലേച്ചർ വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ചില പോസ്റ്റുകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു എക്സാമ്പിളുണ്ട്, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ.
പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എലക്റ്റഡ് ബൈ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ്, ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ആസ് വെൽ ആസ് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഇന്ത്യയിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ എലക്ട് ചെയ്യുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എലക്റ്റഡ് മെമ്പേഴ്സും കൂടാതെ എല്ലാ ഓരോ സ്റ്റേറ്റിലെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ എലക്റ്റഡ് മെമ്പേഴ്സും കൂടി ചേർന്നാണ്. അത് നമുക്ക് ഇലക്ട്രൽ ഫംഗ്ഷൻ്റെ എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ദ ലെജിസ്ലേച്ചർ ഇൻ സർട്ടൺ കൺട്രീസ് പെർഫോം സർട്ടൺ ഇലക്ടറൽ ഫംഗ്ഷൻ. അതിൻ്റെ എക്സാമ്പിൾ, ദ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ Indian Parliament along with the elected members of the state legislative assembly participated in the election of the president. അപ്പം എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ഇന്ത്യൻ പാർലമെൻറ്റിലും പ്ലസ് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും. എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകളിലെ എലക്റ്റഡ് മെമ്പേഴ്സാണ്, എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആണ്. അതായത് നമ്മുടെ ഓരോ സംസ്ഥാനത്തെയും നിയമസഭകളെയാണ് ഉദ്ദേശിക്കുന്നത്. അതും കൂടെ ചേർന്ന് അവർ രണ്ട് പേരും കൂടെ ചേർന്നാണ് നമ്മൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ എലക്റ്റ് ചെയ്യാറുള്ളത്. അതാണ് ഇലക്ട്രൽ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇലക്ട്രൽ ഫംഗ്ഷൻ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ അതിന് മുകളിലുള്ള ഫംഗ്ഷൻസ് ഏതൊക്കെ? ജുഡീഷ്യൽ ഫംഗ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ. ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് ദ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്.